തിരുവിതാംകൂർ മഹാരാജാവിന് തിരിച്ചെഴുതി കൊടുക്കേണ്ട പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് വഖഫ് ബോർഡിന്റെ നിയമം. ഹിന്ദു രാഷ്ട്രമായ ഭാരതീയർക്ക്, അതായത് ഹൈന്ദവർക്ക് ഒരു പ്രത്യേക ആചാരമുണ്ട്, അതിഥി ദേവോ ഭവ. നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ കോവിഡ് പോലെ പടർന്നു പിടിച്ച വഖഫിനെ കുറിച്ചാണ്. വഖഫ് എന്ന് കേൾക്കുമ്പോൾ ഒരുപറ്റം ആളുകൾക്കിടയിൽ ഒരു സംസാര വിഷയമുണ്ടോ, ഇത് ഞങ്ങളെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളല്ല, അത് മുസ്ലിംസിൻ്റെ എന്തോ പ്രശ്നം, അതല്ലെങ്കിൽ മുനമ്പത്തെ പ്രശ്നമാണ് എന്ന്. അല്ല, ഒരിക്കലുമല്ല. ഇത് ഭാരത ജനതയെ സംബന്ധിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ മുനമ്പത്ത് വഖഫിൻ്റെ പ്രശ്നത്തിൽ 610 കുടുംബങ്ങളാണ് ഇന്ന് വഴിയാധാരമാകുന്നത്. ശരിക്കും ഇത് ഈ വഖഫ് ബോർഡിൻ്റെ കീഴിലുള്ള ഈ 610 കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മുനമ്പത്തെ ഏരിയ അത് അവരുടെ സ്വന്തമല്ല എന്ന് പറയാൻ യാതൊരു തെളിവുമില്ല. കാരണം ഇത് നമ്മുടെ കേരളം ഭരിച്ചിരുന്ന തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ പ്രോപ്പർട്ടി അബ്ദുൾ സത്താർ സേട്ടിന് കൃഷി ആവശ്യത്തിന് വേണ്ടി പാട്ടത്തിന് കൊടുത്തു 1902. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുന്നതിനു മുമ്പ്. ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ 1948 ഇത് അബ്ദുൾ സത്താർ സേട്ടിൻ്റെ പിൻഗാമിയായ സിദ്ദിഖ് സേട്ടിന് കൈമാറി. ഈ പ്രോപ്പർട്ടിയുടെ പാട്ടകാലാവധി അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവിന് തിരിച്ചെഴുതി കൊടുക്കേണ്ട പ്രോപ്പർട്ടി സ്വാതന്ത്ര്യത്തിന് ശേഷം പിൻഗാമിയായ സിദ്ദിഖ് സേട്ടിന് കൈമാറി എന്ന രേഖ കൊണ്ടുവരികയാണ്. നമ്മൾ അതിഥികളെ വളരെയധികം ബഹുമാനിക്കുകയും സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്യും. ഇതേപോലുള്ളൊരു ആദരവാണ് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് കച്ചവടത്തിനായിട്ട് വന്ന അബ്ദുൾ സത്താർ സേട്ടിന് നൽകിയത്. അദ്ദേഹത്തിന് കൃഷി ആവശ്യത്തിന് വേണ്ടി പാട്ടക്കരാർ വ്യവസ്ഥയിൽ ഈ മുനമ്പം ഏരിയ അയാൾക്ക് എഴുതി കൊടുക്കുകയാണ്. പാട്ടക്കരാർ വ്യവസ്ഥയിൽ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രാജ്യഭരണം നിലനിന്നിരുന്ന എല്ലാ പ്രോപ്പർട്ടികളും സർക്കാർ കണ്ടുകെട്ടി, അതെല്ലാം സർക്കാരിലേക്കായി. എന്നാൽ അന്ന് പാട്ടക്കരാർ വ്യവസ്ഥയിൽ പാട്ടം അവസാനിക്കുമ്പോൾ ഭൂമി നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിന് തിരിച്ചെഴുതി കൊടുക്കേണ്ടതാണ്. മറ്റൊന്ന്, ഈ രാജ്യഭരണം അവസാനിച്ച് എല്ലാ സ്വത്തുവകകളും സർക്കാർ കണ്ടുകെട്ടിയ കൂട്ടത്തിൽ ഈ അബ്ദുൾ സത്താർ സേട്ടിന് കൊടുത്ത കൃഷി ആവശ്യത്തിന് കൊടുത്ത ഭൂമിയൊന്നും കണ്ടുകെട്ടപ്പെടുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പിൻഗാമിക്ക് എഴുതി കൊടുക്കുക. ഈ വഖഫ് ബോർഡ് എന്ന ആ ഒരു മഹാവ്യാധി ഇന്നെല്ലാ ജനങ്ങളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. മുനമ്പത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമരം ഇത് മുനമ്പം മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലും വഖഫ് ബോർഡ് ഒട്ടുമിക്ക സ്ഥലങ്ങളും കൈക്കലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വഖഫ് ബോർഡിൻ്റെ പ്രവർത്തനത്തിനെതിരെ 70,000 കേസുകൾ ഭാരതത്തിൽ നിലനിൽപ്പുണ്ട്. അതിൽ 10,000-ഓളം കേസും മുസ്ലിംസിൻ്റെ ആണെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇവിടെ ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ് വഖഫ് ബോർഡിൻ്റെ നിയമം. അപ്പോൾ ഈ വഖഫ് ബോർഡ് എന്താണെന്ന് ചുരുക്കി പറയാം. നമ്മുടെ പൂർവികർ എപ്പോഴെങ്കിലും ഇത് എൻ്റെ ഭൂമി, എൻ്റെ വസ്തു, അത് വഖഫിനുള്ളതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് 2 സാക്ഷികൾ പറഞ്ഞാൽ മതി. വഖഫ് ബോർഡിൻ്റെ ഭൂമിയിലാണ് ഒരു വ്യക്തി താമസിക്കുന്നത് എന്ന് വഖഫ് ബോർഡ് തെളിയിച്ചാൽ 2 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. അത്രയ്ക്കും ഭീകരമായ ഒരു അധികാരമാണ് വഖഫ് ബോർഡിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മളുടെ ഭൂമി വഖഫ് ബോർഡിൻ്റെതാണെന്ന് പറഞ്ഞ് അവരിടിച്ച് നിരപ്പാക്കി അല്ലെങ്കിൽ അത് കൈക്കലാക്കാൻ ബോർഡ് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്കെതിരെ ആ ബോർഡിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല. ആ കേസ് കൊടുക്കുന്നത് വഖഫ് ട്രിബ്യൂണലിലാണ്. വഖഫ് ട്രിബ്യൂണലിൽ കൊടുക്കുന്ന കേസ് എത്രത്തോളം നമുക്ക് ഫലം കിട്ടുമെന്ന് അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഒരു കടുവ നമ്മളെ പിടിക്കാനായിട്ട് ചാടി വരുന്നു, അപ്പോൾ നമ്മൾ ഓടിയെത്തുന്നത് കടുവ കൂട്ടത്തിനുള്ളിലേക്കാണ്. ആ ഒരു അവസ്ഥയാണ് നമ്മൾ വഖഫ് ട്രിബ്യൂണലിൽ കേസുമായിട്ട് ചെന്നാൽ ഉണ്ടാകുന്നത്. ഈ 1995-ലും 2013-ലും കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് വഖഫ് ബോർഡിൻ്റെ നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിയത് ഇത്രയധികം പരമാധികാരം കൊടുത്തുകൊണ്ടാണ് എന്ന് നമ്മളിൽ പലർക്കും അറിവുണ്ടായിരുന്നില്ല. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ തന്നെയാണ് നമ്മളെ വഞ്ചിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും, ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികളുമാണ് ഇതിന് ഇരയാകുന്നവരെന്ന്. അല്ല, മുസ്ലിംസും ഇതിന് ഇരയായിട്ടുള്ളവരാണ്. അതിനൊരു ഉദാഹരണമാണ് കാശ്മീരിൽ നടന്ന സംഭവം. അവിടെ ഒരു ഖബർസ്ഥാനം
വഖഫ് ബോർഡിൻ്റേതാണെന്ന് പറഞ്ഞ് വഖഫ് ബോർഡ് ഇടിച്ച് നിരപ്പാക്കി ഒരു രാത്രി കൊണ്ട് അതൊരു തരിശു ഭൂമിയാക്കാനുള്ള ശ്രമത്തെ അവിടുത്തെ മുസ്ലിം ജനത എതിർക്കേണ്ടി വന്നു. കാരണം ആ ഖബർസ്ഥാനിൻ്റെ പരിസര പ്രദേശത്തുള്ള 60ഓളം കുടുംബങ്ങൾ വഖഫ് ബോർഡിൻ്റെ ഭൂമിയിലാണ് താമസിക്കുന്നത് എന്നതായിരുന്നു. അവരോട് അവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. സമീപവാസികളായിട്ടുള്ള മുസ്ലിംസ് ഇതിനെ എതിർത്തു. ആ സമയം വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുത്തത് 60,000 രൂപ വഖഫ് ബോർഡിന് കൊടുത്തുകൊണ്ട് പാട്ട വ്യവസ്ഥയിൽ അവിടെ കൃഷി ചെയ്യാം എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നു. അങ്ങനെ അവരെ സംരക്ഷിച്ചു നിർത്തി. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കേസ് വഖഫ് ബോർഡിനെതിരെ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. നമ്മുടെ കേരളത്തിലെ 14 ജില്ലകളിലായി 1008ഓളം കേസ് ഇപ്പം നിലവിലുണ്ട് വഖഫ് ബോർഡ് കൈയടക്കുന്ന ഭൂപ്രദേശത്തെ കുറിച്ച്. അള്ളാഹുവിൻ്റെതാണ് ഈ ഭൂമി എന്ന് പറഞ്ഞ് മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനികളുടെയും ഭൂമി കൈയേറുന്ന ഒരവസ്ഥാവിശേഷം. ഇത് ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കർണാടകയിലെ ഹബീബി എന്ന ജില്ലയിൽ അവിടെ മന്ത്രി BS സബീർ അവിടുത്തെ റവന്യൂ വകുപ്പിനെ സ്വാധീനിച്ചുകൊണ്ട് തർക്ക ഭൂമികളിലെല്ലാം വഖഫ് എന്ന് എഴുതി ചേർക്കാൻ ആവശ്യപ്പെട്ടു. അവിടുത്തെ 1500 ഏക്കർ ഭൂമി ജനങ്ങൾക്ക് നഷ്ടമായി. കൃഷിഭൂമി അവർ കാലാകാലങ്ങളോളം വെച്ചനുഭവിച്ചു കൊണ്ടിരുന്ന കൃഷിഭൂമി വഖഫിൻ്റേതാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അവരെ ഒഴിപ്പിക്കുന്ന അവസ്ഥയിലെത്തി അവിടെ ഒരു കലാപം തന്നെ സൃഷ്ടിക്കേണ്ടി വന്നു. ഇത്തരത്തിലാണ് വഖഫ് ബോർഡിന് പരമാധികാരം കൊടുത്തിരിക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ അധികാരത്തിലെത്തി ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ മെനയുന്നതിലൂടെ ഭൂമി നഷ്ടമാകുന്ന ഒട്ടനവധി പേരുടെ കേസുകൾ ഇന്ന് വഖഫ് ബോർഡിനെതിരെ ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയാണ് മോദിജി ഇപ്പോൾ ഒരു നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. തമിഴ്നാട്ടിൽ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം നിലകൊള്ളുന്ന ഭൂമിയാണ് ഇന്ന് വഖഫ് ബോർഡിൻ്റേതാണെന്ന് പറഞ്ഞ് അവർ കൈയേറിയിരിക്കുന്നത്. ഇവിടെ വൻകിട ബിസിനസ്സുകാരെ പോലും വഖഫ് ബോർഡിൻ്റെ ഭൂമിയാണെന്ന് പറഞ്ഞ് അവരുടെ കെട്ടിടങ്ങൾ സ്വന്തമാക്കാനുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ്? വഖഫ് ബോർഡിൻ്റെ പരമാധികാരം ഉപയോഗിച്ച് വാക്കാൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇവിടെ എഴുതി വെച്ച ഒരു നിയമവ്യവസ്ഥയോ അല്ല ഒരു റിക്കാർഡോ ഒന്നും ബാധകമല്ല. തോന്നിയാൽ മതി അത് വഖഫ് ബോർഡിന്റെ ഭൂമിയാണെന്ന്. അത്തരത്തിലുള്ള ഈ ബില്ലിന്മേൽ ഒരു നിയമ ഭേദഗതി വരേണ്ടതുണ്ട്. ആരാണ് ഈ നിയമ ഭേദഗതി വരുത്തുന്നതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ മോദിജി കൊണ്ടുവരുന്ന ഈ നിയമ ഭേദഗതി ബിൽ പാസ്സാക്കരുത് എന്നാണ് ഇവിടുത്തെ വലതുപക്ഷവും ഇടതുപക്ഷവും പറയുന്നത്. ഈ സമയത്താണ് നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതിനെതിരാകുന്നത് എന്തുകൊണ്ട്? നമ്മൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികൾ നമുക്കെതിരെ സംസാരിക്കാൻ പാടില്ല. ഈ ഇന്ത്യ മഹാരാജ്യം എന്നത് ജാതിമത ഭേദമന്യേ എല്ലാവരെയും തുല്യരായി കാണുന്ന ഒരു ജനതയാണ് എന്നാണ് ലോകമെമ്പാടും അറിയുന്നത്. അത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മളെ ഇന്ന് ഒന്നടങ്കം കീഴടക്കാൻ പോകുന്ന ഈ മഹാവ്യാധിയെ നമ്മൾ എത്രത്തോളം ചെറുത്തു നിന്ന് തോൽപ്പിക്കണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോവിഡ് കാലത്ത് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ് എടുത്തു ഇല്ലേ? അത്തരത്തിൽ പ്രതിരോധ കുത്തിവയ്പ് എടുത്ത് നമ്മൾ അതിനെ കോവിഡിൽ നിന്നും രക്ഷ നേടിയ ഒരവസ്ഥ, അതേ അവസ്ഥ വേണം ഇന്ന് നമ്മൾ എല്ലാ ജനങ്ങളും എല്ലാവരും ചിന്തിക്കണം. ഇത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ആരും വിചാരിക്കരുത്. ഇവിടെ ഹിന്ദുക്കളും പറയുക ദേവസ്വം ബോർഡിനും ഇത്തരത്തിലുള്ള ഒരു പരമാധികാരം വേണമെന്ന് പറഞ്ഞാൽ എന്താകും നമ്മുടെ അവസ്ഥ? ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവരുടെ അവസ്ഥ, അവരുടെ ഭൂമി നഷ്ടമാവുക, വർഷങ്ങളോളം അവർ ആരാധിച്ചു പോകുന്ന ദേവാലയങ്ങൾ നഷ്ടമാകുക. ഈ അവസ്ഥാവിശേഷങ്ങളൊക്കെ മാറണമെങ്കിൽ ഈ വഖഫ് ബില്ലിൽ ഭേദഗതി കൊണ്ടുവരിക തന്നെ ചെയ്യണം.